ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നിന്നുള്ള അടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെ സ്കെയിലിംഗ് പ്രോപ്പർട്ടി നോക്കിയായിരുന്നു. അടുത്തതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്ന ഇതാണ്: ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, then Laplace transform of e raised to at into f of t equal to f of s minus a. ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ അറിയാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus s t f of t dt. ഇവിടെ നമുക്ക് വേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to at f of t ആണ്. Laplace transform of e raised to at f of t dt equal to integral 0 to infinity e raised to minus st into e raised to at f of t dt. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ integral 0 to infinity e raised to a minus s into t f of t dt. ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്തുകയാണ്. ഇവിടെ നിന്ന് ഒരു നെഗറ്റീവ് സൈൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity e raised to minus of s minus a into t f of t dt. ഇനി ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതൊരു ഇക്വേഷനാണ്. അടുത്ത ഈ ഒരു ഇക്വേഷൻ. ഇതിനകത്ത് ഇൻ്റഗ്രൽ 0 to infinity e raised to minus st f of t dt വന്നപ്പോഴേക്കും അതിനെയാണ് നമ്മൾ f of s എന്നെടുത്തത്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f of t. പക്ഷെ ഇവിടെ വരുന്നത് e raised to minus s minus a into t. ഇവിടെ s into t വന്നപ്പോൾ f of s. അപ്പോൾ ഇത് ഈക്വൽ ടു അങ്ങനെ എഴുതാം: ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to at f of t ഈക്വൽ ടു f of s minus a. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് വരുന്നത്. ഇത് യൂസ് ചെയ്തുള്ള രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t into t cube. നമുക്കറിയാവുന്നതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t raised to n ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. അങ്ങനെയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t cube ഈക്വൽ ടു 3 ഫാക്ടോറിയൽ ബൈ s raised to 3 plus 1. അതായത് 3 into 2 into 1 by s raised to 4 equal to 6 by s raised to 4. അപ്പോൾ ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ്. അപ്പം നമ്മുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം: ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 1 into t into t ക്യൂബ്. അപ്പോൾ ടി ക്യൂബാണ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് ആയിട്ട് വരുന്നത്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ e raised to Laplace transform of e raised to at into f of t equal to f of s minus a. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് -1 ആണ്. a equal to -1 and f of t equal to t cube. അപ്പോൾ f of tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് t ക്യൂബ്. അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 6 by s raised to 4. ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ. മൈനസ് എയുടെ സ്ഥാനത്ത് വരുന്നത് -1. അപ്പോൾ മൈനസ് ഓഫ് -1 എഫ് ഓഫ് എസ് പ്ലസ് 1. എസ് വരുന്ന ഭാഗത്തെല്ലാം എസ് പ്ലസ് 1 കൊടുക്കുക. 6 by s plus 1 the whole raised to 4. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to 2t cos 3t. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e raised to at f of t. ഈ ഒരു ഫോമിലാണ് ഇതുള്ളത്. എയുടെ പ്ലേസിൽ 2 ആണ്, എഫ് ഓഫ് ടിയുടെ പ്ലേസിൽ cos 3t. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതായത് cos 3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുക. ഈക്വൽ ടു s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos at എന്ന് പറയുന്നത് s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ ആണ്. ഇവിടെ എയുടെ പ്ലേസിൽ 3, ഇവിടെ എന്താവും? എസ് സ്ക്വയർ പ്ലസ് 9. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്നാവും. എഫ് ഓഫ് എസ് ആയി. പക്ഷേ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്
എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. ഇവിടെ എയുടെ പ്ലേസിലുള്ളത് 2 ആയതുകൊണ്ട് എഫ് ഓഫ് എസ് മൈനസ് 2. അപ്പോൾ എഫ് ഓഫ് എസ് ഉണ്ട്, എസ് ഉള്ള പ്ലേസിലെല്ലാം എന്ത് ചെയ്യണം, എസ് മൈനസ് 2 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റൈസ് ടു 2t cos 3t ഈക്വൽ ടു എസ് മൈനസ് 2 ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു എസ് മൈനസ് 2 ബൈ എസ് സ്ക്വയർ മൈനസ് 4s plus 4 plus 9 equal to s minus 2 by s square minus 4s plus 13. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.